ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോബിയുടെ നെക്സ്റ്റ് പാർട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഹോബി കുക്കിംഗ് ആണ്, പാചകം. അപ്പോൾ നമ്മൾ കുക്കിംഗ് എഴുതുമ്പോൾ തന്നെ ആദ്യം ഇൻ്റർവ്യൂ ബോർഡ് അത് നോട്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചോദ്യം കുക്കിംഗ് ഒക്കെ ഒരു ഹോബിയാണോ ടീച്ചറെ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും. കുക്കിംഗ് ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമല്ലേ, അതൊരു ഹോബി ആകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കും. നമ്മൾ അതിന് തന്ത്രപരമായിട്ട് കൊടുക്കേണ്ട മറുപടി എന്ന് പറയുന്നത്, സാറേ അല്ലെങ്കിൽ ടീച്ചറെ, ഞാൻ ഉദ്ദേശിച്ചത് എന്നും വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു കുക്കിംഗ് ഹോബി അല്ല, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ കണ്ടുപിടുത്തമൊക്കെ ഞാൻ ചെയ്ത് നോക്കുന്നതാണ് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. അല്ലാതെ വീട്ടിൽ റെഗുലറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതോ ചോറ് വയ്ക്കുന്നതോ ആയിട്ടുള്ള കാര്യമല്ല, ആ ഒരു രീതിയിലുള്ള പാചകമല്ല ഞാൻ ഹോബിയായിട്ട് വെച്ചേക്കുന്നത്. ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് യൂട്യൂബിൽ നിന്നൊക്കെ കാണുമ്പോൾ ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തെങ്കിലും ഐഡിയാസ് തോന്നുമ്പോൾ ഞാൻ അത് കുക്ക് ചെയ്ത് നോക്കാറുണ്ട്. ഇന്ന കാര്യങ്ങൾ ചേർത്തുണ്ടാക്കിയാൽ നന്നായിരിക്കും എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, എന്തൊക്കെ വിഭവങ്ങളാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എന്തൊക്കെ ഡിഷസാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ പ്രിപ്പറേഷൻസും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, പണ്ട് കുക്കിംഗ് ഒക്കെ വെച്ചവരോട് ഇങ്ങോട്ട് ചോദിച്ച ചോദ്യമായിരുന്നു, എന്താണ് എന്തെങ്കിലും ഒരു വിഭവം പറഞ്ഞിട്ട് അതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ചിലപ്പോൾ നമ്മൾ പേര് കേട്ടിട്ടില്ലാത്ത തന്നെ വിഭവമായിരിക്കാം, അതെങ്ങനെ കുക്ക് ചെയ്യാം എന്ന് ചോദിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ഉത്തരം പറയണം, സാറേ ഞാൻ ആ ഒരു രീതിയിലുള്ള കുക്കിംഗ് അല്ല ചെയ്യുന്നത്. ഇപ്പോൾ മുൻപ് ഇൻ്റർവ്യൂവിന് പോയവരൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒട്ടും പേര് പോലും കേട്ടിട്ടില്ലാത്ത ഐറ്റം ചോദിച്ചിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പേര് തന്നെ കേട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് അല്ലേ? അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞ് നമ്മുടെ പരിധിക്ക് അത് നിർത്തണം. ചിലപ്പോൾ നമ്മൾ സ്നാക്സ് ഐറ്റം ആയിരിക്കും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോൺ വെജ് എന്തെങ്കിലും ഐറ്റത്തിലായിരിക്കും നമ്മുടെ ഹോബി കണ്ടെത്തുന്നത്. വെജ് ഐറ്റംസ് വരാം, പുഡിങ്സ് വരാം, സ്വീറ്റ്സ് വരാം. അപ്പോൾ ഏത് ഏരിയയിലാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. പിന്നെ ബിരിയാണിയൊക്കെ വെക്കുന്നവരോട് പലതരത്തിലുള്ള ബിരിയാണിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നോർമൽ ബിരിയാണി എങ്ങനെയാണ്, നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി എങ്ങനെയാണ്, കണ്ണൂർ ദം ബിരിയാണി എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദമ്മിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നമ്മൾ 1 കിലോ ബിരിയാണി അരി എടുത്താൽ എത്ര പേർക്ക് നോർമലായിട്ടുള്ള എത്ര പേർക്ക് അതിൽ ഫുഡ് കഴിക്കാനായിട്ട് പറ്റും, അതുപോലെ 1 കിലോ അരിക്ക് ചിക്കൻ എത്ര കിലോ വേണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ മുൻപുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് വെക്കുന്നവർ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. അതുപോലെ നമ്മുടെ കുക്കിങ്ങിനെ പറ്റി ചോദിക്കാം, നമ്മുടെ വിഭവങ്ങൾ ഏറ്റവും ആസ്വദിച്ച് കഴിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കാം. അതുപോലെ അതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ ജെന്യൂനായിട്ട് പറഞ്ഞു തരുന്ന ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുക്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ ഈ ഒരു ഹോബിയെ അവർ നോട്ടീസ് ചെയ്തെന്ന് വരില്ല, എന്നാലും നമ്മൾ കുക്കിംഗ് എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ നോക്കിയിട്ട് പോകണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുക്കിങ്ങിൽ ചിലപ്പോൾ അവർ ചോദിക്കുക, നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കില്ലേ, മുൻപ് പോയവരുടെ അടുത്ത് ചോദിച്ചിരുന്നു, ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദോശ അല്ലേ, നമ്മൾ ഈ കുക്കിംഗ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് മാത്സിൽ എന്തൊക്കെ യൂസ് ചെയ്യാം, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ യൂസ് ചെയ്യാം അല്ലേ. നമ്മൾ ദോശയ്ക്ക് അരി അരയ്ക്കുമ്പോൾ അതിൽ അരി എത്രയാണ്, ഉഴുന്ന് എത്രയാണ്, അതിൻ്റെ റേഷ്യോ വരുന്ന കാര്യങ്ങൾ നമുക്ക് അംശബന്ധവും അനുപാതവും എന്ന പാഠത്തിൽ പഠിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ദോശയുടെ മാവൊക്കെ പുളിക്കുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന പ്രോസസ്സ് ഏതാണ്, ഏത് ബാക്ടീരിയയാണ് അതിനെ സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഡെയിലി ലൈഫിലെ രസതന്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുക്കിങ്ങുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്കൂൾ ബേസ്ഡ് ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ കുട്ടികൾ പാചകം അറിഞ്ഞിരിക്കേണ്ടത് നല്ല കാര്യമാണോ, അതോ മോശമായിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ ഈ ഒരു ചെറുപ്രായത്തിലെ തന്നെ കുട്ടികൾ അടുക്കളയിൽ കയറ്റുന്നതിനോട് ടീച്ചറിൻ്റെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അത് പറയുക കേട്ടോ. കുട്ടികളെ കൊണ്ട് പാചകങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ നല്ലത് തന്നെയാണ് അല്ലേ, വളരെ സേഫായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. എന്നാലും ഇന്ന് നമുക്ക് യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ടാലറിയാം, കുട്ടികളാണല്ലേ, കുട്ടികൾ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവിടെ റീച്ച് കിട്ടുന്നത്.
അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അവരെവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാലും അവർക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം വരുന്നത്, ജെൻഡർ ഇക്വാളിറ്റി കുക്കിങ്ങിൽ സാധ്യമാകുന്നുണ്ടോ? ഇന്നും സ്ത്രീകൾ തന്നെയാണോ അടുക്കള ഭരണം നടത്തുന്നത്? പുരുഷന്മാർ എന്തുകൊണ്ട് ആ ഒരു അടുക്കള ഭരണത്തിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോൾ ന്യൂട്രലാണല്ലേ, സ്ത്രീയും പുരുഷനും ഒക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞ് സമർത്ഥിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഷെഫുമാരാണല്ലേ, കൂടുതലും പുരുഷന്മാരാണ് ഷെഫുമാർ. നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം, കൂടുതലും ഷെഫുമാരാണ്. പുരുഷന്മാർ കൂടുതലായിട്ടും ഈ ഒരു കുക്കിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്. അതുമായി ഫുഡ് ഐറ്റംസും ഒക്കെ ആയിട്ട് അവർ ഡീൽ ചെയ്യുന്നുണ്ട്. അവർ ഹെൽത്തി ഫുഡ് എന്താണെന്ന് ചോദിക്കാം. എന്താണ് ഒരു ഹെൽത്തി ഫുഡ്? നമ്മളൊരു ഹെൽത്തി ഫുഡ് ആകുമ്പോൾ ഒരു പ്ലേറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം, അതുപോലെ ഡെയിലി എത്ര ലിറ്റർ വെള്ളം കുടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ തീയുടെ കണ്ടുപിടുത്തമൊക്കെ ചോദിക്കാം. കുക്കിംഗ് ഗ്യാസുകളെ പറ്റി ചോദിക്കാം. നമ്മുടെ ഗ്യാസ് എത്ര കിലോഗ്രാമാണ് നമ്മുടെ ഒരു ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത്, അതിനകത്തുള്ള നമ്മുടെ ഈഥൈൽ മെർക്യാപ്റ്റൻ എന്താണ് ഈഥൈൽ മെർക്യാപ്റ്റയിൽ ഗന്ധമില്ലാത്ത എന്താണ് നമ്മുടെ കുക്കിംഗ് ഗ്യാസിന് ഗന്ധമൊന്നുമില്ല, അപ്പോൾ അതിന് ഗന്ധം വരുത്താനായിട്ട് നമ്മൾ എന്താണ് ചേർക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഈഥൈൽ മെർക്യാപ്റ്റൻ പറയുക. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറിൻ്റെ പുറത്തൊക്കെ ഓരോ ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്, അതെന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, അതൊക്കെ നമ്മുടെ SCRTയിലുണ്ട്. 8th 9th ആണ്, ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലാണെന്ന് തോന്നുന്നു, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിറകടുപ്പിൽ യൂസ് ചെയ്യുന്നതാണോ അതോ നമ്മുടെ ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ സ്റ്റൗ അതൊക്കെ യൂസ് ചെയ്യുന്നതാണോ നല്ലതെന്ന് ചോദിക്കാം. അപ്പോൾ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട് പിന്നെ സദ്യയ്ക്ക് എന്തൊക്കെ ഐറ്റംസാണ് വിളമ്പുന്നതെന്ന് ചോദിക്കാം. മുൻപ് ചോദിച്ചിരുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്, സദ്യയ്ക്ക് നമ്മുടെ കടുക് താളിക്കാത്ത വിഭവം ഏതാണ് എന്ന് ചോദിക്കാം. നമ്മൾ കടുക് താളിച്ചൊഴിക്കാത്ത വിഭവം ഏതാണ്? അപ്പോൾ നമ്മൾ മോര് പറയും, പക്ഷേ അതിൽ അവർ ആപ്റ്റായിട്ട് ഉത്തരം കൊടുത്തിരുന്നത് കടുക് താളിക്കാത്തതോ ആയിട്ടുള്ള ഐറ്റം അവിയലാണ് അല്ലേ. അവിയലിൽ എന്ത് ചെയ്യില്ല, നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള സദ്യകൾക്ക് അവിയലിൽ കടുക് താളിക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിൽ പല വൈവിധ്യമാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും അതുണ്ടാകാറുണ്ട്. എന്നാലും നമ്മൾ നോർമലി പറയുന്നത് അവിയലിൽ എന്ത് ചെയ്യില്ല, കടുക് താളിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഓരോ ഇൻഗ്രീഡിയൻസ് ഓർത്തിരിക്കുക. മസാലക്കൂട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ചേർത്താണ് നമ്മൾ പൊടിച്ചെടുക്കാറുള്ളത്, അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കുക. ഫുഡ് വേസ്റ്റ് വരാറുണ്ടോ, വീട്ടിൽ ഫുഡ് വേസ്റ്റ് വരാറുണ്ടോ, വേസ്റ്റ് വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കാം. ഇപ്പോൾ കോഴിയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ കോഴിക്ക് കൊടുക്കും, പശു, ആട് അതൊക്കെ ഉള്ളവർ അങ്ങനെ കൊടുക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരെങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ചിന്തിച്ചിട്ട് പോവുക. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. എങ്ങനെയാണ് ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതുപോലെ തന്നെ വാട്ടർ നമ്മുടെ വെള്ളത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? അപ്പോൾ കുക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സ്കൂൾ കുട്ടികളിൽ കുക്കിങ്ങിനെ പറ്റി അവയർനെസ് കൊടുക്കാനായിട്ടുള്ളൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ വില്ലിംഗ് ആണോ, അല്ലെങ്കിൽ അവർക്ക് കൂടി കുക്കിംഗ് പറഞ്ഞു കൊടുക്കാൻ ടീച്ചർ വില്ലിംഗ് ആണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് പോവുക. പിന്നെ കുക്കിംഗ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോട്ട് പോകേണ്ടത് കുക്കിങ്ങിൽ ജെൻഡർ ഇക്വാലിറ്റി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ജെൻഡർ ഡിഫറൻസ് അവിടെ കാണിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നത് ജസ്റ്റ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ എന്ത് വിഭവമാണ് കുക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കാം. പക്ഷെ അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂ പാനൽ എന്ന് പറയുന്നത് എത്രയോ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ഒരാളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അടുത്ത ആളോട് ചോദിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ കുട്ടികൾ പറയില്ലേ, അയ്യോ എല്ലാവരോടും ഒരേ ക്വസ്റ്റ്യനാണ് ചോദിച്ചതെന്ന് പറയില്ലേ. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്ത് ചോദ്യം വന്നാലും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് കഴിയണം. അത്രയേ ഉള്ളൂ കേട്ടോ. അറിയാത്ത കാര്യങ്ങളാണ്, അറിയാത്ത വിഭവമാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതിയാകും. വളരെ പൊളൈറ്റായിട്ട് അറിയില്ല സാറേ എന്ന് പറഞ്ഞാൽ മതിയാകും. അല്ലാതെ അതിൽ നമ്മൾ പുതുതായിട്ട് നമ്മുടെ കലാവിരുതൊന്നും കണ്ടുപിടിക്കാനായിട്ട് നിൽക്കണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ നമ്മൾ പറയുന്ന ചേരുവ എന്ന് പറയുന്നത് ആ ഫുഡുമായിട്ട് ഒട്ടും മാച്ച് ആവാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും പറയുന്നത്. നമ്മൾ പണ്ട് പറയത്തില്ലേ അലുവയും മത്തിക്കറിയും പോലെ, അങ്ങനെയുള്ള ഐറ്റം ആയിരിക്കും നമ്മൾ പറഞ്ഞു വരുമ്പോൾ പറയുന്നത്. അപ്പോൾ അറിയാത്ത ഡിഷാണെന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ട് പോയാൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായ ഒരു ആൻസർ കണ്ടുപിടിച്ചിട്ട് പോകാൻ നോക്കുക കേട്ടോ. പോസിബിളായിട്ടുള്ള ആൻസേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എല്ലാവരും ഒരു ആൻസർ പറയുന്നതിനേക്കാളും നല്ലത്
വളരെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയാനായിട്ട് നോക്കുക. ചിലപ്പോൾ ഇത് കാണുന്ന എല്ലാവരും തന്നെ ഒരേ ഇൻ്റർവ്യൂ ബോർഡിന് മുൻപേ പോകുന്നവരായിരിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കാണുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.